Welcome back to Pitch IQ, where sport meets insight. IPL is back, and IPL is back with a lot of questions. കുറെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് IPL ഈ 28-ാം തീയതി തുടങ്ങുകയാണ്. ക്യാൻ RCB ഡിഫെൻഡ് ടൈറ്റിൽ? RCBക്ക് ടൈറ്റിൽ ഇത്തവണ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? SRHന് ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് ലൈനപ്പായിരുന്നു കഴിഞ്ഞ തവണ. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ എന്നീ ക്ലാസൻ എന്നീ ഒരു വമ്പൻ താരനിര തന്നെ ഉണ്ടായിരുന്നു അവർക്ക് കഴിഞ്ഞ തവണത്തെക്കാട്ടും എക്സ്പ്ലോസീവ് ആയിട്ട് ഇത്തവണ കളിക്കാൻ പറ്റുമോ? ധോണിയുടെ ലാസ്റ്റ് സീസൺ ആണോ ഇത്? മുംബൈ ഇന്ത്യൻസിന് ഒരു സ്ട്രോങ് സ്ക്വാഡ് ഉണ്ട്, അവർക്ക് ഈസി ആയിട്ട് IPL ഇത്തവണ ജയിക്കാൻ പറ്റുമോ? ക്യാമറൂൺ ഗ്രീനിന് ഒരു വലിയ ഷൂസ് ആണ് ഫില്ല് ചെയ്യാനുള്ളത് ആൻഡ്രെ റസലിന്റെ. ക്യാമറൂൺ ഗ്രീനിന് അത് സാധിക്കുമോ? സഞ്ജു സാംസൺ RRനൊരു മിസ്സാകുമോ? സഞ്ജു സാംസൺ CSKയിലോട്ട് മൂവ് ചെയ്തു, നമുക്കറിയാം. അത് രാജസ്ഥാൻ റോയൽസിന് ഒരു വലിയ നഷ്ടമാകുമോ? ഗുജറാത്ത് ടൈറ്റൻസ് ഫസ്റ്റ് സീസണിൽ ടൈറ്റിൽ ജയിച്ചു, സെക്കൻഡ് സീസണിൽ 2ാമത് ഫിനിഷ് ചെയ്തു, കഴിഞ്ഞ തവണ 4ാമത് ഫിനിഷ് ചെയ്തു. ഇത്തവണ അവർ എത്രാമതായിരിക്കും ഫിനിഷ് ചെയ്യുന്നത്? LSGക്ക് നമ്മളെ ഷോക്ക് ചെയ്യാനുള്ള ഒരു സ്ക്വാഡ് ഉണ്ടോ? പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും നമുക്കറിയാം ഇതുവരെ IPL ജയിച്ചിട്ടില്ല, അവർക്ക് എത്രാമത് ഫിനിഷ് ചെയ്യാൻ സാധിക്കും? എന്നീ പല പല ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇത്തവണ IPLലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമുക്കുള്ളത്. ഇതെല്ലാം പതിയെ പതിയെ ആൻസർ ചെയ്യപ്പെടുന്നതായിരിക്കും, ആൻഡ് അൾട്ടിമേറ്റ്ലി വി വിൽ ഹാവ് എ വിന്നർ. സോ വെൽക്കം ബാക്ക് ടു പിച്ച് IQ വൺ മോർ ടൈം. നമ്മൾ ഈ ഒരു സെഷൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇതാണ് പാർട്ട് 1. നമ്മൾ 10 ടീമുകളെ കുറിച്ചുള്ള ഒരു പ്രിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1ൽ 5 ടീമുകളായിരിക്കും. സോ വിത്തൗട്ട് എനി ഡിലേ, ഫസ്റ്റ് ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. നമുക്കറിയാം പുതിയൊരു ഓണർഷിപ്പ് അവരെ വാങ്ങിയിരിക്കുകയാണ് ഇത്തവണ, ആൻഡ് ദേ ഹാവ് എ സ്റ്റാർ സ്റ്റഡഡ് ലൈനപ്പ്, ആൻഡ് അവരാണ് ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. സോ RCB കുറിച്ച് സംസാരിക്കാനായി നമുക്ക് നേരെ തോമസിലോട്ട് പോകാം. തോമസ്. യെസ്, നമ്മുടെ IPL ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള 3-4 ടീമുകളിൽ മുൻനിരയിൽ തന്നെ ഉള്ള ടീമാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ. വിരാട് കോഹ്ലിയുടെ ടീം, സൂപ്പർ സ്റ്റാർ വിരാട് കോഹ്ലിയുടെ ടീം. വലിയ വലിയ സൂപ്പർ സ്റ്റാർസ് ഓൾവേസ് ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് ദിസ് ടീം. AB de Villiers ആണെങ്കിലും ക്രിസ് ഗെയിൽ ആണെങ്കിലും ഒക്കെ അവർക്ക് സിനോണിമസ് ഒരു സൂപ്പർ സ്റ്റാർ ടീം എന്നുള്ള നിലയിലാണ് അവർ എന്നും അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ദേ ഹാഡ് എ ലോങ് വെയിറ്റ് ടു വിൻ ദ കപ്പ്, ആൻഡ് നൗ ദേ ആർ ദ ഡിഫെൻഡിങ് ചാമ്പ്യൻസ്. ഇപ്പോൾ ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. Now I think Times Group and Aditya Birla Group has taken over from Kingfisher Group. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആണ്. ലാർജ് ഫാൻ ബേസ് ഉള്ള ഒരു ടീമാണ്. ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ് വെദർ ദേ ക്യാൻ ഡിഫെൻഡ് ഇറ്റ് ഓർ നോട്ട്, ആൻഡ് സോ വി ലുക്ക് ഫോർവേഡ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തോമസിനോട് എനിക്ക് RCBയെ പറ്റി ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഫൈനലി അവരുടെ കേഴ്സ് ബ്രേക്ക് ചെയ്തു. ഇത്രയും വർഷം, 18 വർഷമായിട്ട് അവർ കളിച്ച് അവർ ഫൈനലി കഴിഞ്ഞ വർഷം IPL ടൈറ്റിൽ ജയിച്ചു. യെസ്, തോമസിന് എന്ത് തോന്നുന്നു, അവർക്ക് ബാക്ക് ടു ബാക്ക് ടൈറ്റിൽ ജയിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു സ്ക്വാഡ് ഡെപ്ത് ഉണ്ടോ? 100% അവർക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല. പക്ഷെ ചില പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ലുക്ക് അറ്റ് ദയർ ടീം സ്ട്രക്ചർ, അവരുടെ സ്ക്വാഡിൽ 17 പേരെയും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഫ്രം ദ എക്സിസ്റ്റിംഗ് ടീം വിച്ച് ഹാസ് വൺ ദ കപ്പ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് എ വിന്നിംഗ് ടീം. ജയം എന്താണെന്ന് അറിഞ്ഞ ടീമാണ്. സോ ദേ ആർ കണ്ടിന്യൂയിങ് വിത്ത് ദാറ്റ്. ഫോർ എക്സാമ്പിൾ വിരാട് കോഹ്ലി തന്നെ ഹീസ് എ ബിഗ് പ്രസൻസ്. ക്യാപ്റ്റൻ തുല്യമായതിന് മേലെ ഉള്ള ഒരു പ്രസൻസ് ആണ്, കേപ്പബിൾ ഓഫ് വിന്നിംഗ്. വിരാട് കോഹ്ലിയെ പറ്റി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പിന്നെ രജത് പട്ടിദാർ ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ് ആസ് എ ക്യാപ്റ്റൻ. പിന്നെ അവർക്ക് കഴിഞ്ഞ വട്ടം ലാർജ്ലി കോൺട്രിബ്യൂട്ട് ചെയ്ത ഫിൽ സോൾട്ട് ഈസ് റൈറ്റ് ദെയർ അപ്പ് ദ ടോപ്പ് ടു യുനോ ടേക്ക് ഫോർവേഡ് ദെയർ ബാറ്റിംഗ്. ഇതിനകത്ത് 1-2 പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്, വൺ തിങ് ഇസ് ദാറ്റ് ജോഷ് ഹേസൽവുഡ് ഇസ് നോട്ട് അവൈലബിൾ മേ ബി ഫോർ ദ ഫസ്റ്റ് ഫ്യൂ മാച്ചസ്. അപ്പോൾ അവരുടെ ബോളിങ്ങിന്റെ ഒരു കുന്തമുന ഇല്ലാതെയാണ് ദേ ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ദ ക്യാമ്പയിൻ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിസ്സിംഗ് ആണ്. പിന്നെ അത് നോക്കുകയാണെങ്കിൽ then their coach, Mr. Andy Flower, so from a superstar team, they have moved into a tactical kind of team. Tactically വളരെ ബ്രില്യൻ്റ് ആയിട്ടൊരു ടീമായിട്ട് മാറി. അങ്ങനെയാണ് അവർ ആ ഒരു ഐഡന്റിറ്റി മാറ്റി അവർ ഈ വിജയം നേടിയതും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ഹാവ് എ വെരി ഗുഡ് ചാൻസ് ടു വിൻ ദ കപ്പ് ദിസ് ടൈം. ബട്ട് അഗെയിൻ അതിലും സ്ട്രോങ് ആയിട്ടുള്ള ടീംസ് ഓൺ ദ പേപ്പർ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു തോമസ്. ഒരു ക്വസ്റ്റ്യനും കൂടെ. സാധാരണ RCB ഈ പറഞ്ഞോട്ടൊരു ഒരു ലാഫിംഗ് സ്റ്റോക്ക് എന്ന രീതിയിൽ പറയാം. ഒരു IPL എല്ലാവരും കളിയാക്കുന്ന ഒരു ടൈപ്പ് ടീമാണ്. ഇത് കഴിഞ്ഞ തവണ അവർ തിരുത്തി കുറിച്ചു. അപ്പം എന്ത് തോന്നുന്നു തോമസിന്, ഇത്തവണ ഈ ഓപ്പോസിഷൻ ടീംസ്
വേറൊരു രീതിയിലായിരിക്കുമോ RCB അപ്രോച്ച് ചെയ്യുന്നത് കമ്പയർഡ് ടു പ്രീവിയസ് സീസൺ? ഇത്തവണ ആസ് വിന്നേഴ്സ് അവർക്ക് അതിന്റെ പ്രഷർ ഉണ്ടാവാം. പിന്നെ വേറൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 15, 17, 18 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു കേഴ്സ് അവർ ഒഴിവാക്കിയിട്ടാണ് ദിസ് ടൈം ദേ ആർ കമ്മിങ് ഇൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഇതൊരു 50-50 ചാൻസ് ആണ് ഹൗ ദ ടീംസ് വിൽ ടേക്ക് ദം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ടീംസ് ലൈക്ക് ചെന്നൈ, മുംബൈ ഒക്കെ അവരുടെ ഒരു സ്പിൻ അറ്റാക്കിനെ യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി മിസ്റ്ററി സ്പിന്നേഴ്സിനെ ഒക്കെ അവരുടെ മിഡിൽ ഓർഡർ, ടീം ഡേവിഡ് പോലുള്ള മിഡിൽ ഓർഡറിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ മൈറ്റ് കം അപ്പ് വിത്ത് അതിനനുസരിച്ചുള്ള പിച്ച് തയ്യാറാക്കുകയോ അല്ലെങ്കിൽ സ്പിന്നിനെ ലാർജ്ലി യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ജോഷ് ഹേസൽവുഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ജേക്കബ് ഡഫി എന്നുള്ള ഒരു പ്ലെയർ, ഐ തിങ്ക് ഹീസ് ന്യൂ ടു IPL, അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഹേസൽവുഡിന്റെ എക്സ്പീരിയൻസ് വളരെയേറെ ദേ വിൽ മിസ്. ബട്ട് ഒബ്വിയസ്ലി ദേ ഹാവ് ഭൂവിയുടെ എക്സ്പീരിയൻസ് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ, എസ്പെഷ്യലി ഡെത്ത് ഓവേഴ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ. So I think there will be a targeted approach towards RCB from maybe major players like CSK and Mumbai Indians. However, we still have a chance. I mean, RCB still has a chance to, retain the cup. ഓക്കെ, എനിക്ക് തോന്നുന്നു അതിനോട് കൂടി ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹൗ RCB ആർ ഗോയിങ് ടു പ്ലേ ഇൻ ചിന്നസ്വാമി. എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. കാരണം അവര് കഴിഞ്ഞ സീസണിൽ എവേ മാച്ചസിലായിരുന്നു കൂടുതൽ ജയിച്ചത് കമ്പയർഡ് ടു ഹോം ടീംസ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഇൻട്രസ്റ്റിംഗ്. സോ താങ്ക് യു തോമസ് ഫോർ റൺ RCB. സോ അതാണ് RCB യെ കുറിച്ച് തോമസിന് പറയാനുള്ളത്. അടുത്തത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പഞ്ചാബ് കിങ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ തവണ ഫൈനലിൽ RCBക്കെതിരെ തോറ്റ പഞ്ചാബ് കിങ്സ്. അതായത് നമുക്കറിയാം പ്രീതീസിന്റെയും നെസ്വാഡിയും കൂടെയൊക്കെ കോൺ ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. പണ്ട് കിങ്സ് 11 പഞ്ചാബ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നെ അവര് 1-2 ഫൈനലുകൾ കളിച്ചിട്ടുണ്ട്. അവരെനിക്ക് പഞ്ചാബ് കിങ്സ് എന്ന പേര് മാറ്റി അവരൊരു പുതിയ അവതാരമായിട്ട് ഒരു 2 സീസൺ മുമ്പ് വന്നിരുന്നു. കഴിഞ്ഞ തവണ ഫൈനൽ വരെ എത്തി. ലാസ്റ്റ് മിനിറ്റ് അവർക്ക് ഒരു ബാഡ് മാച്ച് വന്നു, അവരങ്ങനെ ഫൈനലിൽ തോറ്റു. സോ അവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഓൺ പേപ്പർ അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഈസ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ ലീഗ്. പക്ഷേ അവരുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ ബെഞ്ച് സ്ട്രെങ്ത് ഭയങ്കര വീക്കാണ്. അവരുടെ ബെഞ്ചിൽ കൂടിപ്പോയാൽ മാർക്കസ് സ്റ്റോയിനിസ് കൂട്ടുള്ള ഒരു ഓൾറൗണ്ടർ ഉണ്ട്, ബാക്കി കുറെ ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. സോ അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ക്ലിക്ക് ചെയ്താൽ ഐ തിങ്ക് ദേ വിൽ ഗോ ഡീപ് ഇൻ ടു ദി ടൂർണമെന്റ്. അവരുടെ ടോപ്പ് ഓർഡർ പ്രിയാൻ ഷാരിയും പ്രസിമ്രൻ സിംഗും രണ്ടുപേരും ക്ലിക്ക് ആവണം എന്നുള്ളത് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണ അവർ അത്യാവശ്യം നല്ലോണം കളിച്ചായിരുന്നു. സോ ദേ ആർ ലൈക്ക് എ മിസ് ആൻഡ് ഹിറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ, ഹിറ്റ് ആൻഡ് മിസ് കൈൻഡ് ഓഫ് പ്ലെയേഴ്സ്. സോ ഐ തിങ്ക് ദേ നീഡ്, അവർ നല്ലോണം കളിച്ചാൽ മാത്രമേ, നല്ലൊരു തുടക്കം കൊടുത്താൽ മാത്രമേ പഞ്ചാബിന് നല്ലൊരു സ്കോർ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇസ് ദെയർ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ. ഐ ബിലീവ് ശ്രേയസ് അയ്യർ ആണ് ലീഗിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാപ്റ്റൻസ്. എനിക്ക് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആവണമെന്ന് വരെ ഇടയ്ക്കൊരു നമ്മുടെ പല ഡിസ്കഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആയാൽ നന്നായിരിക്കുമെന്ന്. പക്ഷേ എന്തൊക്കെയോ കുറച്ച് ഫിറ്റ്നസ് ഇഷ്യൂസും കുറച്ച് ബാഡ് ഫോമും ഒക്കെ കൊണ്ട് പുള്ളിക്ക് T20 ടീമിലും ഒന്നും കയറാൻ പറ്റിയിട്ടില്ല. ടെസ്റ്റ് ടീമിലും അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കാൻ പറ്റിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി ഹി വിൽ ബി ബാക്ക് ഫോർ ദ നെക്സ്റ്റ് ODI വേൾഡ് കപ്പ്. ഐ തിങ്ക് ഹീസ് ദെയർ ഇൻ ദ ODI സ്ക്വാഡ്. ഹി വിൽ ബി ബാക്ക് ഫോർ ദി വേൾഡ് കപ്പ് ആസ് വെൽ ഹോപ്പ്ഫുള്ളി. അപ്പോൾ പുള്ളി ഒരു നല്ല ക്യാപ്റ്റനാണ്, നല്ലൊരു മുതൽക്കൂട്ടാണ് പഞ്ചാബ് കിങ്സിന്. നല്ല ഫോമിലായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു നല്ല പൊസിഷനിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. പിന്നെ പറയാനുള്ളത് അവരുടെ ഓൾറൗണ്ട് സ്ട്രെങ്തിനെ കുറിച്ചാണ്. അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ വേൾഡ്സ് ബെസ്റ്റ് 2 ഓൾറൗണ്ടേഴ്സ് ഉണ്ട്, അസ്മത്തുള്ള ഉമർസായും മാർക്കോ യാൻസൺ. ഇവർ രണ്ടുപേരും ഓൺ ദെയർ ഡേ ദേ ക്യാൻ ബീറ്റ് എനി ടീം. അവർ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. ഇവർ രണ്ടുപേരും എങ്ങനെയായാലും ഷുവർ ഫയർ ആയിട്ട് 8 ഓവേഴ്സ് എറിഞ്ഞിരിക്കും. അവരുടെ ബോളിംഗ് ലൈനപ്പ്, സ്റ്റാർട്ടിംഗ് ബോളിംഗ് ലൈനപ്പ് ഇസ് വെരി ഡീസെന്റ്. പിന്നെ അവരുടെ ഇന്ത്യൻ ബൗളേഴ്സും നല്ലതാണ്. സ്റ്റാർട്ടിംഗ് ലൈനപ്പിലുള്ള ചഹലാണെങ്കിലും ബ്രാർ ആണെങ്കിലും ഈവൻ ദെയർ ഫോറിൻ റിക്രൂട്ട്മെന്റ് ലോക്കി ഫെർഗൂസൺ ആണെങ്കിലും ദെയർ ബൗളിംഗ് ലൈനപ്പ്, സ്റ്റാർട്ടിംഗ് ബൗളിംഗ് ലൈനപ്പ് ഇസ് വെരി സ്ട്രോങ്. ദ കൺസേൺ ഇസ് ബെഞ്ച് സ്ട്രെങ്ത്. ഇറ്റ് ഡസൻ ലുക്ക് സ്ട്രോങ്, ഇത്ര സ്ട്രോങ് ആയിട്ട് തോന്നില്ല കമ്പയർഡ് ടു ദി അതർ ടീം. സോ അതാണ് പഞ്ചാബ് കിങ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അവരുടെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ക്ലിക്ക് ചെയ്താൽ ദേ വിൽ ഹാവ് എ ഗുഡ് സീസൺ. നെക്സ്റ്റ് ഞാൻ വിഷ്ണുവിലോട്ട് പോവുകയാണ്. അടുത്ത ടീം വിഷ്ണു അതിനെക്കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽ. ഗുജറാത്ത് ടൈറ്റൻസ് ഫസ്റ്റ് സീസണിൽ തന്നെ ലീഗ് ജയിച്ച ഗുജറാത്ത് ടൈറ്റൻസിനെ കുറിച്ച് വിഷ്ണുവിന് എന്താണ് ഇത്തവണ പ്രതീക്ഷയുള്ളത്? അതെ, എനിക്ക് നമ്മൾ ഇൻട്രോയിൽ സുധീഷ് പറഞ്ഞ പോലെ തന്നെ വളരെ കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അവർ 4 സീസണായിട്ട് IPL ഉള്ളൂ. ആ 4 സീസണിൽ അവർ 3 തവണ പ്ലേ ഓഫ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്.
2 തവണ ഫൈനൽ വന്നിട്ടുണ്ട്, 1 തവണ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. ഇവൻ അവർ തോറ്റ ഫൈനലാണെങ്കിൽ തന്നെ വളരെ ക്ലോസ് മാർജിനിൽ ലാസ്റ്റ് 2 ബോളിൽ 10 റൺ വേണം എന്നുള്ള സ്ഥലത്ത് ജഡേജ സിംഗിൾ ഹാൻഡിലി CSK ജയിപ്പിച്ചൊരു ഫൈനലാണ്. അല്ലെങ്കിൽ 4 വർഷത്തിൽ അവർക്ക് ചിലപ്പോൾ 2 ടൈറ്റിൽ വന്നേനെ. വളരെ കൺസിസ്റ്റന്റ് ആയി പെർഫോം ചെയ്യുന്ന ഒരു ടീമാണ്. CSKയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ CSK റോൾ മോഡൽ ആക്കിയ ഒരു ടീമാണ്. അവർ പലതവണ പറഞ്ഞിട്ടുണ്ട് അവരുടെ റിക്രൂട്ട്മെന്റ് സ്ട്രാറ്റജി ആയാലും എല്ലാം CSK സ്റ്റൈലാണ്. ദേ വാണ്ട് കൺസിസ്റ്റൻസി. അപ്പം കൺസിസ്റ്റൻസിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ തോമസ് RCBയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് 20 പ്ലേയേഴ്സിനെ റീടീം ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ദ ജോയിന്റ് മോസ്റ്റ് ഇൻ ദിസ് സീസൺ, ഐ തിങ്ക് അലോങ് വിത്ത് MI ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ 20 പ്ലേയേഴ്സിനെ റീറ്റെയിൻ ചെയ്ത അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് വന്ന ഒരു ടീമാണ്. അപ്പോൾ അവരുടെ കോർ ടീം ഇസ് സ്റ്റിൽ ദെയർ. ലാസ്റ്റ് കഴിഞ്ഞ തവണ 3ാമത് ഫിനിഷ് ചെയ്ത ടോപ്പ് 4 ഉണ്ടായിരുന്നു, 3ാമതാണെന്നാണ് ഓർമ്മ. ഫിനിഷ് ചെയ്ത അതിൻ്റെ കോർ ടീം ഇപ്പോഴും ഉണ്ട്. സോ ഐ ബിലീവ് ദേ കെൻ ഹാവ് എ ഗുഡ് സീസൺ. ഞാൻ ഇത്തവണ ടോപ്പ് 4 ഫിനിഷ് ചെയ്യുന്ന ടീമുകളിൽ ഓൺ പേപ്പർ ഐ ഫീൽ GT ഈസ് റൈറ്റ് ദെയർ. ഓക്കെ, താങ്ക് യു വിഷ്ണു. എനിക്ക് ചോദിക്കാനുള്ളത് എന്നെ സംബന്ധിച്ച് ലോക ക്രിക്കറ്റിലെ ഒരു ബെസ്റ്റ് ഫിനിഷറാണ് ഷെറിഫൈൻ റുദർഫോർഡ്. നമുക്കറിയാം ഒരു 20 ബോൾ പുള്ളിക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഈസ് ഗോയിങ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 50-60 റൺസ്. അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലോട്ട് മൂവ് ചെയ്തു. മുംബൈ ഇന്ത്യൻസ് ആർ വെരി സ്ട്രോങ് നൗ. ഷെറിഫൈൻ റുദർഫോർഡിന്റെ അഡീഷനോടുകൂടി മുംബൈ ഒരു ടോപ്പ് ടീമായി മാറിയിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്, ഗുജറാത്ത് ടൈറ്റൻസിന് ഷെറിഫൈൻ റുദർഫോർഡ് മുംബൈയിലോട്ട് മൂവ് ചെയ്തത് ഒരു മിസ്സിംഗ് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് ആയി മാറാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും. ഐ തിങ്ക് റുദർഫോർഡിനെ പോലൊരു പ്ലെയർ എനി ടീം വിൽ മിസ് ഹിം ഇഫ് യു ലൂസ് ഹിം. സോ ദർ ഇസ് നോ ലൈക്ക് ഫോർ ലൈക്ക് റീപ്ലേസ്മെന്റ്. നമുക്കറിയാം ഓപ്ഷനിൽ GT വെൻ വിത്ത് എ വെരി ലിമിറ്റഡ് പേഴ്സ് ജസ്റ്റ് ലൈക്ക് മുംബൈ ആൻഡ് ദേ ട്രൈഡ് ഹാർഡ് ഫോർ ക്യാമറൂൺ ഗ്രീൻ. ഒബ്വിയസ്ലി അത് ദേ ഡിഡ്ന്റ് ഹാവ് ദ ബഡ്ജറ്റ് ലൈക്ക് ഇവൻ ഗോ എനിവെയർ ക്ലോസ് ടു ഹിം. അതുകൂടാതെ പ്രശാന്ത് വീറിന് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഐ തിങ്ക് ദേ എൻഡഡ് അപ്പ് വിത്ത് ജെയ്സൺ ഹോൾഡർ. ദേ സ്പെൻഡ് 7 crores on him if I'm not wrong. അപ്പോൾ again a West Indian, not such a big hitter as Rutherford, but somebody who can contribute with the bat and ball. And Gujarat will hope that Jason Holder can maybe help a little bit on that big gap that was left for Rutherford. വലിയ മിസ്സായിരിക്കും. ബട്ട് അഗെയിൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി ആണല്ലോ അവരുടെ ഗുജറാത്തിൻ്റെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് ഓർഡറാണ്. നമുക്കറിയാം അവരുടെ ടോപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ, സായി സുദർശൻ ആൻഡ് ജോസ് ബട്ട്ലർ. ഇവർ 3 പേരിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഓപ്പണിംഗ് ചിലപ്പോൾ ബട്ട്ലർ ആവാനോ സുദർശൻ ആവാനോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഐ തിങ്ക് ദേ ഹാവൻ ഫൈനലൈസ്ഡ് ഇറ്റ് യെറ്റ്. ബട്ട് ഇതായിരിക്കും ടോപ്പ് 3. സോ ഇതാണ് അവരുടെ core team, and they'll be hoping that at least 2 of them can fire in all matches. അപ്പം അതുകൊണ്ട് ഒരു പക്ഷേ മേ ബി ലോവർ ഓർഡർ അത്രയും എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞ സീസണിലേക്കാളും. പിന്നെ അവർക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്പർ 4 അവർ ഒന്നുകിൽ ബാൻറ്റൺ അല്ലെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ് ആയിരിക്കും വരിക. ഐ തിങ്ക് ഗ്ലെൻ ഫിലിപ്സ് ഇസ് ഇൻ വെരി ഗുഡ് സീസൺ ദിസ് ഇയർ, വെരി ഗുഡ് ഫോം ദിസ് ഇയർ അല്ലേ. He used to have an average of around 31 before 2025, but now his average after 2021 is like around in the 41s, early 40s ആണ്. അപ്പോൾ that's a very good average in the format. അപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്ലെയർ and also is a gun fielder and he can chip in with a couple of overs also. So maybe that might help him with the Rutherford miss. Yeah, that's what I think. ഓക്കെ, പിന്നെ ഇനിയൊരു ചോദ്യം കൂടെ വിഷ്ണുവിനോട്. നമുക്കറിയാം കമ്പയർ ടു സൺറൈസേഴ്സ് ഹൈദരാബാദ് അല്ലെങ്കിൽ KKR, അവരൊരു ഓൾ ഔട്ട് അറ്റാക്കാണ്. ഇന്ത്യൻ T20 ടീമിന്റെ കൂടെ ഒരു ഫുൾ ബാറ്റിംഗ് ലൈനപ്പ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഒരു അഗ്രസീവ് ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് ആണ് കളിക്കുന്നത്. ഒരു GTയുടെ എനിക്ക് തോന്നുന്നു ഒരു വ്യത്യസ്തമായ അപ്രോച്ചാണ്. ഒരു പക്ഷേ പതുക്കെ തുടങ്ങിയിട്ട്, അതായത് സായി സുദർശനും ശുഭ്മൻ ഗില്ലും കൂടെ ഒരു സ്ലോ സ്റ്റാർട്ട് കൊടുത്തിട്ട് വിക്കറ്റ് കളയാതെ കളിച്ചിട്ട് പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ആ ഒരു ആക്സിലറേഷൻ ചെയ്യാന്നുള്ളതാണ്. ബട്ട്ലറൊക്കെ കുറച്ചു നേരം ബാറ്റ് ചെയ്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്ത് അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ്. അത് ഇത്തവണ ഈ പുതിയ യുഗത്തിൽ T20 ക്രിക്കറ്റിന്റെ ഈ പുതിയ യുഗത്തിൽ അത് വർക്കൗട്ട് ആകുമെന്ന് തോന്നുന്നുണ്ടോ? Well, every team can't play the same way എന്നാണ് എനിക്ക് പറയാനുള്ളത്. Obviously, Sunrisers follow a format that has worked really well for them. പക്ഷേ നമുക്കറിയാം CSK is one team which usually starts slow and then go hard in the at least CSKയുടെ സക്സസ്ഫുൾ ഇയേഴ്സിൽ അവർ ഫോളോ ചെയ്തൊരു ഫോർമാറ്റ് ആയിരുന്നു അതുണ്ടായിരുന്നു. സോ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ടോപ്പ് 3 ആണ്, ആൻഡ് ദേ ഹാവ് ടു പ്ലേ ഇൻ ദെയർ ഓൺ
then those top three has to like play according to their strengths. Appo Sai Sudarshan and Shubham Gill are not players who can like go hammer and tong straight from ball one. Josh Butler is to an extent, but he also like prefers to take his time in the beginning and then back his skills to like go hard in the at the back end of the innings. Appo now ഞാൻ പറഞ്ഞല്ലോ Glenn Phillips ഉണ്ട്, and they have a bunch of other players also. Rahul Tewatia ഉണ്ട്. പുള്ളി നമുക്ക് അറിയാലോ, he can go big. Once he goes big, that famous over, we know, right? So he's gone like 30 in the last round. So back end അടിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ കുമാർ കുശാഗ്ര ഹാഡ് എ വെരി ഗുഡ് ഡൊമസ്റ്റിക് സീസൺ. എനിക്ക് തോന്നുന്നു ജാർഖണ്ഡ് ആയിരുന്നു സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി കഴിഞ്ഞവണ അടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു 2025 സീസൺ. അപ്പോൾ ആൻഡ് കുശാഗ്ര ഹാഡ് എ വെരി ഗുഡ് സീസൺ ഫോർ ദ ചാമ്പ്യൻസ് ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ there are players who can accelerate towards the end. I think Gujarat Titans might lose one or two games where because they might not have gone according to like gone big. But at the end of the day, this is a long tournament. There are 14 games, and I'm expecting the consistency of Gujarat Titans to win them enough games to get into the knockouts. പിന്നെ നമ്മൾ ജി ടി പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് ഒട്ടും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അവരുടെ ബോളിംഗ് ലൈനപ്പ്. റഷീദ് ഖാൻ ഉണ്ട്, കഗീസോ റബാഡെ ഉണ്ട്. ഐ തിങ്ക് രണ്ട് ഡിപ്പാർട്ട്മെന്റിലെയും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമേഴ്സ് അല്ലേ, സ്പിന്നിന്റെയും പേസിന്റെയും. ഈവൻ ദർ ഇന്ത്യൻ ബോളിംഗ് കോർട്ടറേറ്റ് പ്രസീദ് കൃഷ്ണ ആയാലും സിറാജ് ആയാലും ഇന്ത്യൻ ഇന്റർനാഷണൽസ് ആണ്, ഈവൻ ദോ ഇൻ ഡിഫറെന്റ് ഫോർമാറ്റ്സ്. അലോങ് വിത്ത് ദാറ്റ് സായ് കിഷോർ ഇൻ സ്പിൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ വളരെ സ്ട്രോങ് ഓൺ പേപ്പർ എന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാവരും അത്യാവശ്യം എൻവിയസ് ആവുന്ന ഒരു സ്കോഡ് തന്നെയാണ്. സോ ഈവൻ ഇഫ് അവരുടെ ബാറ്റിംഗ് അത്ര അഗ്രസീവ് അല്ലാതെ പോയാൽ തന്നെ ദേ ഹാവ് ദ ബോളിംഗ് ടു ഡിഫെൻഡ് റിലേറ്റീവ്ലി ബിലോ 200 ടാർഗറ്റ്സ്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു GTC. സോ അടുത്തത് അടുത്ത ടീമാണ്, എനിക്ക് തോന്നുന്നു എനിക്ക് ഈ IPL ജയിക്കാത്ത ടീമുകളാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പണ്ട് തൊട്ടുള്ള പേര് മാറ്റി, ആദ്യം കിങ്സ് 11 പഞ്ചാബ് ആയിരുന്നു, പിന്നെ പഞ്ചാബ് കിങ്സ് ആയി. ഇത് പണ്ട് ഡൽഹി ഡെയർ ഡെവിൾസ് ആയിരുന്നു, ഇപ്പോൾ ഡൽഹി ക്യാപിറ്റൽസ് ആയി മാറി. ഇപ്പോൾ എനിക്ക് ഓണർഷിപ്പ് ചേഞ്ച് ഒക്കെ വന്നപ്പോൾ അവർ പേര് മാറ്റിയതായിരുന്നു. എനിക്ക് ഡെയർ ഡെവിൾസ് ആയിരുന്നു ഇഷ്ടം, ബട്ട് ദെൻ അവർ ചേഞ്ച് ചെയ്ത് ക്യാപിറ്റൽസ്, എനിക്കൊന്ന് ഡൽഹി ക്യാപിറ്റൽ ആയതുകൊണ്ട് അവർ ഡൽഹി ക്യാപിറ്റൽസ് എന്ന രീതിയിലോട്ട് മാറ്റി. അവരെ കുറിച്ച് പറയാനാണെങ്കിൽ അവരുടെ റിക്രൂട്ട്മെന്റ് ഇത്തവണ നല്ലതായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു. ദേ ഹാവ് എ വണ്ടർഫുൾ സ്ക്വാഡ്. എനിക്ക് തോന്നുന്നു അവരാണ് ഇത്തവണത്തെ ഡാർക്ക് ഹോഴ്സ് എന്നെ സംബന്ധിച്ച്. അവരുടെ സ്ക്വാഡ് ഡീപ്പാണ് ആൻഡ് ദേ ഹാവ് പ്ലെന്റി ഓഫ് ഓപ്ഷൻസ്. അവർക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റാർക്ക് ഇനിഷ്യൽ സ്റ്റേജ് മിസ് ചെയ്യുന്നത് അവർക്ക് ഒരു ചെറിയ ഒരു സെറ്റ്ബാക്ക് ആണ്. എനിക്ക് തോന്നുന്നു ഒരു മേജർ പോർഷൻ പുള്ളി മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പുള്ളി ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയെ എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നുള്ള ഒരു ചോദ്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് എൻഗിഡി ഉണ്ട്, ലുങ്കി എൻഗിഡി നമുക്കറിയാം, നല്ലൊരു വേൾഡ് കപ്പ് ആയിരുന്നു ഇത്തവണ ലുങ്കി എൻഗിഡിക്ക്. എനിക്ക് തോന്നുന്നു ടോപ്പ് 2-3 ഫാസ്റ്റ് ബോളേഴ്സിൽ എന്തായാലും ഇത്തവണത്തെ വേൾഡ് കപ്പിൽ എൻഗിഡി ഉണ്ടായിരുന്നു, വിത്ത് സ്ലോവർ വേരിയേഷൻസ്, നക്കിൾ ബോൾ ആൻഡ് ഓൾദോ. പുള്ളി ഒരു നല്ല ഒരു അഡീഷൻ ആണ്. ഐ തിങ്ക് ദേ വിൽ ബി ഏബിൾ ടു അറ്റ്ലീസ്റ്റ് വിൻ സം മാച്ചസ്. എൻഗിഡി വെച്ച് കുറച്ച് കളി ജയിക്കാൻ പറ്റും. പിന്നെ സ്റ്റാർക്ക് വരുമ്പോൾ അവർക്കതൊരു ബൂസ്റ്റായി മാറാനും സാധ്യതയുണ്ട്. ആൻഡ് ദേ ഹാവ് നിസ്സംഗ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബാറ്റ്സ്മാൻ ആണ് ലോക ക്രിക്കറ്റിൽ പത്തും നിസ്സംഗ. ശ്രീലങ്കയുടെ ഓപ്പണറാണ്. ആൻഡ് ഐ തിങ്ക് ഹീസ് എ ഹ്യൂജ് സ്റ്റാർ ഇൻ ദ മേക്കിംഗ്. ഓൾറെഡി ഒരു സ്റ്റാർ ആണ്. ഈസ് എ വെരി ടെക്നിക്കൽ പ്ലെയർ. നല്ല ഐ ക്യാച്ചിങ് ഷോട്ട്സ് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. ഹി ക്യാൻ പ്ലേ എനി ഫോർമാറ്റ്. ഇന്ത്യക്കെതിരെ നമുക്ക് ഓർമ്മയുണ്ട്, ഒരു സെഞ്ചുറി അടിച്ച് ഒരു കളി ഓൾമോസ്റ്റ് അവർ ജയിച്ച് സൂപ്പർ ഓവറിൽ തോറ്റ ഒരു കളി നമുക്ക് ഓർമ്മയുണ്ട്. നല്ലൊരു പ്ലെയർ ആണ്. ആൻഡ് എങ്ങനെ പുള്ളിയെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ലൈനപ്പിലോട്ട് എങ്ങനെ കൊണ്ടുവരും, കാരണം ഈ ഫോറിൻ പ്ലെയർ, അവർക്ക് സ്ക്വാഡ് ബാലൻസ് ചെയ്യണം. സ്റ്റാർക്ക് വരുന്നിടം വരെയെങ്കിലും അവർക്ക് നിസ്സംഗയെ കളിപ്പിക്കാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ സ്റ്റാർക്ക് വന്നു കഴിഞ്ഞാൽ നിസ്സംഗയെ മാറ്റി ചിലപ്പോൾ ഒരുപക്ഷെ പൃഥ്വി ഷോയോ അങ്ങനെയുള്ളവരെ കളിപ്പിക്കേണ്ടി വരും. പൃഥ്വി ഷോ എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് അടുത്തൊരു ഇതാണ്. വലിയൊരു ഗ്യാമ്പിളാണ് ആക്ച്വലി ഡൽഹി ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്കറിയാം, പണ്ട് നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു പൃഥ്വി ഷോ. പിന്നെ കുറച്ച് ഫിറ്റ്നസ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ നിസ്സംഗ പൃഥ്വി ഷോ ആ ഒരു ചേഞ്ചും അതുമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പിന്നെ നമുക്കറിയാം അവർക്ക് ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റബ്സും ഉണ്ട്. എനിക്കൊന്ന് അത് അവരുടെ മിഡിൽ ഓർഡറിനെ ഭയങ്കര സ്ട്രോങ് ആക്കുന്ന ഒരു ഫാക്ടറാണ്. നമുക്കറിയാം മില്ലർ IPL കുറെ വർഷമായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഈസ് എ വണ്ടർഫുൾ പെർഫോമർ. സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയും നല്ലോണം കളിക്കുന്ന ഒരു പ്ലെയറാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് അഡീഷൻ ഫോർ ദം അലോങ് വിത്ത് ട്രിസ്റ്റൻ സ്റ്റബ്സ്. നല്ല ഫീൽഡേഴ്സും കൂടെയാണ്, രണ്ടുപേരും ഡീപ്പിൽ നല്ലോണം ഫീൽഡ് ചെയ്യുന്ന രണ്ട് ഫീൽഡേഴ്സാണ്. സോ ദർ ഫീൽഡിംഗ് ഇസ് ഓൾസോ ഗോയിങ് ടു ബി അമേസിംഗ്. പിന്നെ അവർക്ക് നല്ല ബെഞ്ച് ഓപ്ഷൻസ് ഉണ്ട്, ടി നടരാജനൊക്കെ. സോ അവരെങ്ങനെ അത് ചേഞ്ച് ചെയ്ത് കറക്റ്റ് ഒരു നല്ല സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ എത്തുന്നു എന്നനുസരിച്ചിരിക്കും അവരുടെ സീസൺ.
ഐ സീരിയസ്ലി തിങ്ക് അവരൊരു ഡാർക്ക് ഹോഴ്സ് ആണ് ഇത്തവണത്തെ. സോ വി ഹാവ് ടു വാച്ച് ഔട്ട് ഫോർ ദം. അടുത്തത് രൂപേഷ് ആണ്. രൂപേഷ് സംസാരിക്കാൻ പോകുന്നത് ദി സ്ട്രോങ്ങസ്റ്റ് സ്ക്വാഡ് ഇൻ IPL ദിസ് സീസൺ. ഈ സീസണിലെ ഏറ്റവും സ്ട്രോങ് സ്ക്വാഡായ മുംബൈ ഇന്ത്യൻസിനെ പറ്റിയാണ്. രൂപേഷ്, എന്താണ് മുംബൈ ഇന്ത്യൻസിനെ പറ്റി പറയുന്നത്? യെസ്, സുധീഷ് പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ടീം ഇൻ ദ പേപ്പർ, അറ്റ്ലീസ്റ്റ് ഇൻ ദ പേപ്പർ. നോട്ട് ഒരിക്കലും അറ്റ്ലീസ്റ്റ് ഇൻ ദ പേപ്പർ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഏറ്റവും കൂടുതൽ IPL വിന്ന് ചെയ്തിട്ടുള്ള ഒരു ടീം കൂടിയാണ്. കഴിഞ്ഞ വർഷം വളരെ ക്വാളിഫയർ 2 വരെ അവർ കളിച്ചിരുന്നു. നല്ല ലീഗിൽ ടോപ്പായിട്ട് ഫിനിഷ് ചെയ്ത് ക്വാളിഫയർ 2-ൽ അൺഫോർച്ചുനേറ്റ് ഒരു മിസ്സായതാണ്, തോറ്റു പുറത്താവുകയാണ് ഉണ്ടായത്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസ് വളരെ നല്ലൊരു ടീമായിട്ടാണ് വരുന്നത്. അവർക്ക് ആക്ച്വലി മിനി ഓപ്ഷനിൽ വലിയ എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും അവർ വളരെ ബുദ്ധിപരമായി അവർക്ക് വേണ്ട പ്ലേയേഴ്സിനെ പിക്ക് ചെയ്തു, അവര് എടുത്തു. ഡീകോക്ക് പോലുള്ള ആൾക്കാരെ അവരെടുത്തു. അങ്ങനെ വളരെ സ്ട്രോങ് ടീമുമായിട്ടാണ് വരുന്നത്. എല്ലാ മേഖലയിലും സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. ബാറ്റിംഗ് ലൈനപ്പ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. രോഹിത് ശർമ്മ, ഡീകോക്ക്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹർദിക് പാണ്ഡ്യ, റിയാൻ ലിക്കർട്ടൺ, റുദർഫോർഡൊക്കെ അവർക്കൊരു എന്താ പറയാ, ഹർദിക് പാണ്ഡ്യ അല്ലാതെ ഒരു ബ്ലാസ്റ്റിംഗ് ഫിനിഷ് കൊടുക്കണമെങ്കിൽ ഒരു ഫിനിഷർ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ റുദർഫോർഡിന്റെ കഴിഞ്ഞ വർഷം നല്ല ഫോമിൽ കളിച്ചൊരു പ്ലെയറാണ്. അപ്പം റുദർഫോർഡ് ഒക്കെ തന്നെ ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ കംപ്ലീറ്റ്ലി പാക്കഡ് ആക്കുന്നത്. അതായത് എല്ലാ ടൈപ്പ് വെറൈറ്റീസും ഉണ്ട് ഇതിനകത്ത്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മറ്റു ടീമുകളെ പോലെ വെറുതെ എല്ലാം അറ്റാക്കിംഗ് പ്ലേയേഴ്സ് അല്ല, എല്ലാ രീതിയിൽ കളിക്കാൻ പറ്റും. രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ ഡീകോക്കിനെ പോലുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. വളരെ അറ്റാക്കിംഗ് അത് കളിക്കാൻ വേണ്ടി പറ്റുന്ന ഹാർദിക് പാണ്ഡ്യയും റുദർഫോർഡും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ആങ്കർ റോളൊക്കെ സുഖമായി കളിക്കാൻ വേണ്ടി പറ്റുന്ന തിലക് വർമ്മ ഉണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, 360 എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗംഭീരമായ ഒരു ലൈനപ്പാണ് അവരുടേത്. അതുപോലെ തന്നെ അവരെ ബോളിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിലും ജസ്പ്രീത് ബുംറ നയിക്കുന്ന ബോളിംഗ് ലൈനപ്പ്, ബോൾട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ രണ്ട് ടോപ്പ് ആയിട്ടുള്ള രഞ്ജി ട്രോഫിയിലെ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഏറ്റവും വിക്കറ്റ് ടേക്കിംഗ് ആയിട്ടുള്ള രണ്ട് പ്ലേയേഴ്സ്, ദീപക് ചഹാറും ഷാദുൽ ഠാക്കൂറും അവരെ സപ്പോർട്ട് ചെയ്യുന്നു, പേസ് ഡിപ്പാർട്ട്മെന്റ്. അതേപോലെ തന്നെ ബോഷ് ഉണ്ട്, അത്യാവശ്യം നല്ല പേസിൽ ബോൾ ചെയ്യാൻ പറ്റുന്ന ബോഷ് ഉണ്ട്. അങ്ങനെ ഒരു ഗംഭീര പേസ് അറ്റാക്ക് ലൈനപ്പ് ഉണ്ട് അവർക്ക്. അതുപോലെ തന്നെ സ്പിന്നാണെങ്കിൽ തന്നെ ഇവർക്ക് ഞാൻ നേരത്തെ വിൽ ജാക്സന്റെ പേര് പറയാൻ വിട്ടുപോയതാണ് ശരിക്കും ബാറ്റിംഗ് ലൈനപ്പിൽ. അതാണ് ശരിക്കും ഒന്ന് ഗംഭീര പ്ലെയർ. അതിപ്പോ ക്വാളിറ്റി സ്പിന്നേഴ്സും ഉണ്ട്, ക്വാളിറ്റി പേസ് ബോളേഴ്സും ഉണ്ട്. അത് സ്പിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നേഴ്സും ഉണ്ട്, സ്പിന്നേഴ്സും ഉണ്ട്. എല്ലാം ടൈപ്പ് വെറൈറ്റിയും അവർ കൃത്യമായി അവരുടെ അടുത്ത് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് മുംബൈ ഇന്ത്യൻസ് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം കൂടി ഉണ്ട് ഇതിനകത്ത്. മുംബൈ ഇന്ത്യൻസ് ചില ടാലൻസിനെ സെർച്ച് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. ഡൊമസ്റ്റിക്കിൽ അൺക്യാപ്ഡ് ആയിട്ടുള്ള ചില പ്ലേയേഴ്സിനെ, ടാലന്റിനെ സെർച്ച് ചെയ്ത് കൊണ്ടുവന്ന് സക്സസ് ആക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ടീമാണ് മുംബൈ. അതുപോലത്തെ 2-3 പ്ലേയേഴ്സ് ഈ വർഷവും ഉണ്ട്. ഡാനിഷ് മലബാർ അല്ലെ, ഡാനിഷ് മലബാർ, മായങ്ക് റാവത്ത് പോലുള്ള നല്ല അടിപൊളി പ്ലേയേഴ്സ് ഉണ്ട്. അവരെയും നമുക്ക് കണ്ടു തന്നെ കാണണം. അവരെ സ്കൗട്ടിംഗ് ടീമിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. മുംബൈന്റെ സ്കൗട്ടിംഗ് ടീം എല്ലാ കാലത്തും സൂപ്പർ പ്ലേയേഴ്സിനെ സ്കൗട്ട് ചെയ്ത ടീമാണ്. ഇപ്പോ തന്നെ തിലക് വർമ്മ ആയിക്കോട്ടെ, ഈ പറഞ്ഞ പല സീനിയർ പ്ലേയേഴ്സിനെയും അവര് തന്നെ ബുംറ, പാണ്ഡ്യ ഒക്കെ തന്നെ ഇങ്ങനെ വന്ന ടീമുകളാണ്, ഇങ്ങനെ വന്ന ആൾക്കാരാണ്. മുംബൈന്റെ സ്കൗട്ടിങ്ങിലൂടെ കിട്ടിയ മുത്തുകളാണ്. അതുപോലത്തെ ആൾക്കാരാണ് ഇപ്പൊ ഈ വരുന്ന എനിക്ക് തോന്നുന്ന ഈ ഡാനിഷ് മലബാർ അല്ലെങ്കിൽ മായങ്ക് റാവത്ത് പോലുള്ള പ്ലേയേഴ്സ് ഒക്കെ അതുപോലെ പൊട്ടൻഷ്യൽ ഉള്ള പ്ലേയേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മുംബൈ ഒരു അൺബീറ്റബിൾ ടീമായി മാറാനുള്ള സാധ്യത ഉണ്ട്. ഇതില് എനിക്ക് തോന്നുന്ന ചില ചെറിയ പ്രശ്നങ്ങൾ, ഇത് ഇപ്പം ഇവരെ ഒരു നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ, ഒന്ന് ഇവരെ പേസ് അറ്റാക്കിലുള്ള ഒരു ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം.
അങ്ങനെ ഓക്കെ ഒരു ഇതുണ്ട്. അതിൽ ഇഞ്ചറി സംഭവിച്ചാൽ, പേസ് അറ്റാക്കിൽ ഇഞ്ചറി സംഭവിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം ബുംറയെ വളരെ പ്രഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാനേ BCCI പോലും സമ്മതിക്കുന്നുള്ളൂ. അത്രയും അവർക്ക് ഈവൻ എന്തായാലും പാണ്ഡ്യ പാണ്ഡ്യ അതേപോലെ തന്നെയാണ്. അധികം ബോളിംഗ് ചെയ്യാൻ വേണ്ടി പറ്റില്ല പാണ്ഡ്യക്ക്. ആ, നമുക്കറിയാം ദീപക് ചഹാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷാർദുൽ ഠാക്കൂർ ആയിക്കോട്ടെ, ലോങ് ഇഞ്ചുറി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരാണ്. ലോങ് ടൈം ആയിട്ട് ഇഞ്ചുറികൾക്ക് അങ്ങനെ ഔട്ടായിരുന്ന ആൾക്കാരാണ്. ഇപ്പൊ തിരിച്ചു വരുന്നതിന്റെ പാതയിലാണ്. ബോൾട്ട് ആയാലും അങ്ങനെ തന്നെയാണ്, പരിക്കിന്റെ ഒരു ഇതുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം അവരെ നേരിടുന്നുണ്ട്. ഇങ്ങനെ ഒരു ടോപ്പ് 4 ബോളേഴ്സും പേസ് ബോളേഴ്സും ഇവർക്ക് ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ 4 ആള് ഫിറ്റ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 2-3 ആളെങ്കിലും ഫിറ്റായി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും വലിയൊരു ലോങ് സീസൺ ആകുമ്പോൾ അതൊരു പ്രധാന ഘടകമാണ്. മറ്റൊന്ന്, എനിക്ക് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ശരിയാണ്, സാന്നറും അല്ല ഗസൻഫറും ഉണ്ട്, രണ്ടാളും ഉണ്ട്, ശരിയാണ്. പക്ഷെ രണ്ടാളെയും കൂടി കളിപ്പിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പം കളിപ്പിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പം സാന്നർക്ക് മാത്രമേ അധികവും ചാൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് മാത്രമേ, അല്ല ഗസൻഫർ മാത്രമായിരിക്കും ചാൻസ്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഉണ്ട് ഇവർക്ക്. അപ്പം അതുകൊണ്ട് ചിലപ്പോ സ്പിൻ ബൗളിങ്ങിന്റെ കാര്യത്തിൽ ഈ രണ്ട് ഓക്കെ പ്ലേയേഴ്സിനെ ഓവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് മിച്ചൽ സാന്നറെയും അല്ലെങ്കിൽ അല്ല ഗസൻഫറിനെയും എന്റെ ഒരു ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ചോദ്യം അതായിരുന്നു. മുംബൈയുടെ ഇത്രയും ഒരു വീക്ക്നെസ് ഇല്ല എന്ന് തോന്നുന്ന ടീമിൽ ആ, എന്താണ് രൂപേഷിന് കാണാൻ പറ്റുന്ന വീക്ക്നെസ്? എനിക്ക് തോന്നുന്നു ഇഞ്ചുറി പ്രോൺ പാസ് ബോളേഴ്സും പിന്നെ അതെ ഈ ഒരു സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ വീക്ക്നെസ്സും ആണല്ലേ. അതെ അതെ, ഓക്കെ, അതന്നെയാണ് അപ്പൊ എനിക്ക്. അടുത്ത ചോദ്യം, അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം ഓൾറെഡി രൂപേഷ് ഞാൻ ചോദ്യത്തിന് മുമ്പേ പറഞ്ഞു. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പം എനിക്ക് അടുത്ത ഒരു ചോദ്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ, നമുക്കറിയാം എപ്പോഴും മുംബൈയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ കളി തോക്കുക, എന്നിട്ട് കുറെ കളി അടുപ്പിച്ച് ജയിക്കാനുള്ള ശ്രമത്തിൽ ഒന്നുകിൽ കഷ്ടിച്ച് മിസ് ചെയ്യുക, അല്ലെങ്കിൽ നേരെ സെമി ഫൈനലിലോട്ട് കയറി പോവുക എന്നുള്ള ഒരു രീതിയാണ് അവരുടെ. ആ ഒരു ട്രെൻഡ് ഇത്തവണ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ചിലപ്പം അവർക്ക് അതിന് കഴിഞ്ഞേക്കും. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർ അവസാനിപ്പിച്ച അതേ മൊമെന്റം കീപ്പ് ചെയ്തു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ചിലപ്പം തുടക്കം തൊട്ട് തന്നെ ഒരു നമുക്ക് റിയൽ മുംബൈനെ കാണാൻ വേണ്ടി കഴിയും. അത്യാവശ്യം എനിക്ക് തോന്നുന്നു പ്ലേയേഴ്സ് ഈ ഒരു 3-4 പ്ലേയേഴ്സ് ആണ് ഇപ്പോൾ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞു വരുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു ഇതുണ്ട്. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ഒക്കെ കിട്ടിയിട്ട് വരുന്ന പ്ലേയേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെയായാലും മുംബൈ തുടക്കത്തിൽ തന്നെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. ഹോപ്പ്ഫുള്ളി ഹർദിക് പാണ്ഡ്യ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ക്യാപ്റ്റൻസിൽ നിന്നും ഫീഡ്ബാക്ക് എടുത്ത് അതെ ടീമിനെ നയിക്കുമെന്ന് നമുക്ക് അതെ, പ്രതീക്ഷിക്കാം. അങ്ങനെ പ്രതീക്ഷിക്കാം. അതെ, ഓൾറൈറ്റ്, സോ പാർട്ട് 1 തീരുകയാണ്. നമ്മൾ 5 ടീമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. RCB, പഞ്ചാബ് കിങ്സ്, ഗുജറാത്ത് ടൈറ്റൻസ്, ഡൽഹി ക്യാപിറ്റൽസ് ആൻഡ് മുംബൈ ഇന്ത്യൻസ്. നമുക്കിനി 5 ടീമുകളുടെ ഉണ്ട്. അതിൽ കുറച്ച് മേജർ ടീമുകളുണ്ട്. സോ സ്ക്വാഡുകൾ ഭയങ്കര സ്ട്രോങ് ആണ്, ചില സ്ക്വാഡുകൾ കമ്പാരിറ്റീവ്ലി വീക്ക് ആണ്. സോ നമുക്കത് പാർട്ട് 2-ൽ കവർ ചെയ്യാം. See you in the next video. Thank you, Vishnu. Thank you, Thomas. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.